ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ആദ്യം തന്നെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ടീം വർക്കിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് നൽകുന്നതാണ് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 3 പേർ കൂടിച്ചേർന്ന് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രയത്നം നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ വർദ്ധിച്ചു വരുന്ന എനർജിയും ഇവിടെയുണ്ട്. കാരണം കണ്ടില്ലേ, ഇവിടെ ചുറ്റിനും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കയ്യിൽ നിറച്ചും സാമ്പത്തികമാണ്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പൊ ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് നിലനിർത്താൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് മണി എനർജിയാണ് വന്നിരിക്കുന്നത്, സാമ്പത്തികത്തിൻ്റെത്. അപ്പൊ ഈ സാമ്പത്തികത്തിന്റെ എനർജി നിങ്ങൾക്ക് ഇന്ന് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇനി നിങ്ങൾ ആരെങ്കിലും കൂടി ചേർന്നിട്ട് ബിസിനസ്സിലേക്ക് പോവുകയാണോ, അഥവാ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ സാമ്പത്തികപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട്, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ടും ഇതിൻ്റെതായ ഒരു എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാമേ. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹം, ചിലപ്പോൾ ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത, ഇതൊരു ക്രിയേറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയുടെ സ്നേഹമാണെന്ന് കാണുന്നുണ്ട്. ഇനി തന്നെയല്ല, ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ദൈവാനുഗ്രഹങ്ങളായിട്ട് തന്നെ കരുതാവുന്നതാണ്. മനസ്സിലായി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത് എന്തോ ദൈവികമായ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നതാവാം. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു വ്യക്തിയുടേതാണെന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ, ദൂരദേശങ്ങളിൽ നിന്നുള്ള അവസരങ്ങളാവാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫിഷ്, അതുപോലെ ഒരു നദിക്കരയിലൂടെയാണ് ഈ ഒരു കുതിര വരുന്നത്. അപ്പൊ അതിന് പുറത്തുള്ള വ്യക്തിയാണ് ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്നത്. കപ്പ് എനർജി അല്ലേ. അപ്പൊ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരുപാട് ഇമോഷൻസ് ആണ് ഇവിടെ. അപ്പൊ ഇമോഷൻസിനെ കുറിക്കുന്നതാണ് കപ്പ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എനർജി, അതായത് ലവിന്റെ എനർജിയാണിത്. ഈ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് ഇത് പല കാര്യങ്ങളിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള അവസരമാവാം. ഇനി സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട വ്യക്തികളുടെ മെസ്സേജ് വരാൻ, നിങ്ങൾക്ക് കോൾ വരാം, അവരുമായിട്ടുള്ള സംസാരം ഉണ്ടാവാം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാവുന്നതാണ്. ഏതൊരു തരത്തിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഏതെങ്കിലും ഒരു സഹായം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. അത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒറ്റയ്ക്കൊന്ന് വിഷമിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് മാനസികമായ ആ ബുദ്ധിമുട്ടുണ്ടായിട്ട് മാനസികമായി ഒന്ന് വിഷമിക്കുന്ന എനർജി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊന്ന് വേർപെട്ട് പോകുന്ന എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു വേർപെടൽ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിച്ചു ചേരുകയും നിങ്ങൾക്കുള്ള സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ പെന്റക്കിൾസ് ഇവിടെ നിങ്ങൾക്ക് ബാക്കിലുണ്ട്.
നിങ്ങൾ നടന്നു പോകുന്നത് കൊണ്ട് അത് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തിരികെ വന്നാൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ദൂരത്തേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു വേർപാട് എങ്ങനെയെങ്കിലും ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഇനി ഫിനാൻസ് പരമായ കാര്യങ്ങളിലായാലും സ്നേഹത്തിൻ്റെതായ കാര്യത്തിലായാലും ഇങ്ങനെ ഒരു വേർപാട് നിങ്ങൾക്ക് ഇവിടെ തൽക്കാലത്തെ ഒരു വേർപാടാണ്, ഒറ്റയാവുകയാണ്. അപ്പൊ ഈ ഒരു വേർപാടെന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ഇത് അധിക കാലം നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ വേർപെട്ടു പോയോ അഥവാ ഫിനാൻസ് പരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് കുറച്ച് നാൾക്കകം ശരിയായി കിട്ടുന്നതാണ്. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ്. എന്ന് വന്നിരിക്കുന്നതെല്ലാം നമുക്ക് കപ്പ് എനർജിയാണ്, പെൻഡക്കിളിന്റെ എനർജിയാണ് അല്ലേ. അപ്പൊ സാമ്പത്തികവും വന്നിട്ടുണ്ട്, സ്നേഹവും പ്രണയവും ഒക്കെ നിങ്ങളിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാം. നമുക്കിവിടെ ആർക്കോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ സ്നേഹത്തിന് വേണ്ടി അല്ല, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വ്യക്തികളെ ഓർത്തിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കണ്ടില്ല. ഇവിടെ ഒരു ഞണ്ടിനെ കാണിച്ചിരിക്കുന്നു. ഇത് ഇറുകിപ്പിടിച്ചിരിക്കുന്ന ഒരു ജീവിയാണ്, ഇറുകിപ്പിടിക്കുന്ന ഒരു ജീവിയല്ല ഞണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തെ ഇറുക പിടിച്ചിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഇത് വീണ്ടും വീണ്ടും ലഭിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയും മാനിഫെസ്റ്റ് ചെയ്യാവുന്ന, നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കപ്പ് നിറയെ സ്നേഹമുണ്ട് നിങ്ങളോട്, മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തിയോട് അത്രമാത്രം സ്നേഹമുണ്ട്. ഇത് നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല, ഇത് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചുറ്റിനും ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇമോഷൻസിന്, മനസ്സിലായോ? അപ്പൊ ഇത് എനിക്ക് കിട്ടണം, ഇതിനെനിക്ക് അർഹതയുള്ളതാണ്, ഇതെന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നൊക്കെ വിശാല മനസ്സോടുകൂടി ചിന്തിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ആകർഷിച്ചെടുക്കാനുള്ള ജോലിയിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള എനർജിയിലാവാം ഇന്ന് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ സാമ്പത്തികം കണ്ടില്ല. ഇവിടെ കൂടുതലായിട്ട് നമുക്കിത് സാമ്പത്തികത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തലയിൽ വെച്ചുകൊണ്ട് വരികയാണ്. കണ്ടല്ലേ, നിങ്ങൾക്ക് ഇതിനുള്ള ഒരു വരുമാന മാർഗം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികപരമായ വരുമാനം വർദ്ധിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ പുതിയത്, അല്ലെങ്കിൽ ഒരു തുടക്കം വരുന്നതാവാം. ചിലപ്പോൾ ലഭിക്കാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്നും കണ്ടില്ലേ, ഇവിടെ ഒരു പുഴയിൽ നിന്നും മുങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ ഒരു നേട്ടം നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, നിങ്ങളിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലോട്ടറികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാം. ഇനി അതുമല്ല, ആരെങ്കിലും ചിലപ്പോൾ തന്ന് സഹായിക്കാം. അതുമല്ല, ഇനി ഏതെങ്കിലും വിധത്തിലൂടെയെങ്കിലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവണം. ഇവിടെ കണ്ടില്ലേ, ചുറ്റിനും ഫ്രൂട്ട്സ്, അതായത് സമൃദ്ധിയുടെ എനർജിയാണ് ഇവിടെ, സമൃദ്ധിയുടെ എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്, അഥവാ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ്. ഇതോടുകൂടി നല്ലതുപോലെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്ക് ഒപ്പം തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഷിന്റെ വാല് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഐശ്വര്യത്തിലേക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. ഇന്നത്തെ ദിവസം പലർക്കും ഇത്തരത്തിലുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം.
അത് കിട്ടാനുള്ള എനർജി ഉണ്ടാവണം. ചിലപ്പോൾ പുതിയ ജോലിക്ക് വരുമാന മാർഗം വർദ്ധിച്ചു വരുന്ന ഒരു ജോലിയിലേക്ക് പോകാനുള്ള സാധ്യതയാവാം, അഥവാ പ്രൊമോഷൻ ആയിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായ വരുമാനം വർദ്ധിച്ചു വരില്ലേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുതിയ തുടക്കം ഏസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു, വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇന്ന് കൂടുതലായിട്ടും കപ്പ് എനർജി, പെന്റക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാവേ. സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. സോഡ് എനർജി കണ്ടില്ലേ, അവിടെ വേറെ ഒന്നും വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ സോഡ് എനർജിയാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ തന്നെയും, അഥവാ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിൽ നിലനിൽക്കുന്നതോടുകൂടി തന്നെയും നിങ്ങൾക്ക് ചീറ്റിങ്ങിന്റെ എനർജിയും വരാം. സെവൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളോട് അടുത്തുകൂടി ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ട് തരാത്ത വിധത്തിലുള്ള എനർജി ഉണ്ടാവാം. ചോദിക്കുന്നവർക്ക് നിങ്ങൾ സഹായം കൊടുക്കും, അത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആവും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ കയ്യിലുള്ള സാമ്പത്തികമൊക്കെ ഭദ്രമായിട്ട് തന്നെ സൂക്ഷിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. മനസ്സിലായി, അടുത്തിരിക്കാൻ വരുന്നവരെ തന്നെ ഒന്ന് സൂക്ഷിക്കുക. എപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം നടക്കുന്നത്. അവർ നമ്മളെ കൂടുതലായിട്ട് സ്നേഹിച്ച് വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ, നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളോട് നിങ്ങളോട് അടുത്തുകൂടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് എന്നോട് ഇത്രമാത്രം അടുപ്പത്തിൽ വരുന്നത് എന്ന് ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അഥവാ ഇല്ലാത്ത പ്രണയം നടിച്ചു വരാം, ഇല്ലാത്ത സ്നേഹം നടിച്ചു വരാം. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കിന്ന് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ് എയർ സൈൻ ആണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ്. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. സർവകാര്യ സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ സർവകാര്യങ്ങളിൽ നിങ്ങൾക്ക് വാൻസ് എനർജി നമുക്കൊന്ന് വന്നു ഇല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആവേശത്തിൻ്റെതായ എനർജി ഇവിടെ ഉണ്ട്, കോൺഫിഡൻസിൻ്റെതായ എനർജി ഇവിടെ വന്നിരിക്കുന്നു. കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഈ ഒരു എനർജി വാൻസ്, ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ എല്ലാ എനർജീസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെന്റക്കിൾ, അതുപോലെ തന്നെ സോഡ്, വാൻസ്, കപ്പ് എനർജി എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ സാധിക്കാത്തതായ കാര്യം, മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്തതായ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കാൻ പറ്റുന്നു. നിങ്ങൾ ഇന്നത് സാധ്യമാക്കി എടുക്കുന്നു. കാരണം അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് മാറുന്നു നിങ്ങൾ ഇന്നത്തെ ദിവസം. ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്, ആവേശത്തോടുകൂടി. കാര്യം എനിക്കത് സാധിക്കും, എന്നെക്കൊണ്ട് അത് നേടാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിലൊരു സക്സസ് നേടുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ നോക്കി നിൽക്കാൻ, മറ്റുള്ളവർ ആദരിക്കുന്ന വിധത്തിലുള്ള ഒരു സക്സസ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേർക്ക് സാധിക്കാത്ത കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ അവർ നിങ്ങളെ ഒരു അധികാര പദവിയിലേക്ക് നിങ്ങളെ കാണുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു കഴിവിനെ അവർ പുകഴ്ത്താനും അഭിനന്ദിക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ആദരിക്കുന്ന എനർജി. അതുപോലെ ഇന്ന് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു, മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും, നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ, ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ കുടുംബത്തിലായാലും, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും, എവിടെയായാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രകടനം ഇന്ന് കാഴ്ചവെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അത്രമാത്രം എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് 2 ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. അപ്പോൾ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസ്. 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ വളരെ സ്പീഡിൽ ഈ ഒരു ആക്ഷൻ നടക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു സക്സസിൻ്റെതായ ആക്ഷനാണ്. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇനി അതുമല്ല, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. ഇവിടെയും 6 ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നത്, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നതാണ് 8 ഓഫ് വാൻസിന്റെ എനർജി. ഇത് വളരെ നല്ല എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെയധികം സ്പീഡിൽ ഇതിന്റെ ആക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രൊമോഷൻ ലഭിക്കാം, ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജി ആവാം. അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? രണ്ട് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് എടുക്കാവേ. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്, കണ്ടില്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അതിൻ്റെതായ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. ഇവിടെ 2 പേർ കൈകൾ കോർത്ത് പിടിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന എനർജി ഉണ്ട്. ഇവിടെ സമൃദ്ധിയുടേതായ എനർജി, ഫ്രൂട്ട്ഫുൾ ആണ്, കണ്ടില്ലേ? ഇവിടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതുവരെ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു. അതിൻ്റെതായ ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്കിന്ന് തുടങ്ങി വെക്കാൻ സാധിക്കുന്നു പല കാര്യങ്ങളും. ഏതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവണം, അതിന് സമയമായില്ല, നാളെയാട്ടെ എന്ന് നിങ്ങൾ നീക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കത് ഭംഗിയായിട്ട് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. റെസ്റ്റ് ആൻഡ് റിജുവിനേറ്റ് ആണ്, വളരെ നല്ല എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതുവരെയും റെസ്റ്റ് എടുത്തിരുന്നു എന്ന് മാത്രമാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതല്ല, ശരിയല്ല. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുന്നു, പക്ഷെ ഇതുവരെ നിങ്ങൾ അത് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. ഇനി നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്, സ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് കടക്കുന്നു, അഥവാ നിങ്ങൾ പല കാര്യങ്ങളിലും ഉന്മേഷത്തോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ കുറെ അടിപിടിച്ചിരുന്ന കാര്യങ്ങൾ, അലസത വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, അലസതയിൽ ആണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പൊതുവായ ഒരു ഉന്മേഷത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പുതുജീവൻ വെച്ച് ഉത്സാഹപൂർവ്വം ഇന്നത് സാധിക്കും എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ് ആണ്, തളിർത്ത് കൊടുത്ത് വീണ്ടും വരികയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇലകൾ പൊഴിച്ചിട്ട് വീണ്ടും തളിർത്തു കൊടുത്ത് ഉന്മേഷത്തോടു കൂടി വരില്ലേ? പാമ്പുകൾ പടം പൊഴിച്ചിട്ട് വീണ്ടും ഉന്മേഷത്തോടു കൂടി വരികയല്ലേ? അവ ജീവൻ വെച്ച് വരികയല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും പല കാര്യങ്ങളിലും ഇവിടെ നവോന്മേഷത്തോടുകൂടി പുതുജീവൻ വെച്ചിട്ട് ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് വരാൻ കഴിയുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.